ഹലോ എവ്രി വൺ. കേക്കിൻ്റെ ബോക്സ് ഓർഡർ ചെയ്ത് വന്നിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നേ. അതൊന്ന് സോർട്ട് ചെയ്ത് വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനത് അടുക്കിപ്പറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തപ്പോഴേക്കും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കൊച്ചും കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് എന്നോട് സേമിയ പായസം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇൻസ്റ്റൻറ്റ് സേമിയ വെച്ചിട്ടൊരു പായസം സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. കൊതി പിടിച്ച് കൂടെ തന്നെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ കൊച്ചു പായസം കുടിക്കുമ്പോഴേക്കും നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് മലയാളി കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓർഡർ അല്ല കേട്ടോ. കുറച്ച് നാൾ മുന്നേ നമ്മുടെ കേക്ക് അവർ കഴിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ അല്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ കൊളീഗാണ് ആൾ. അപ്പോൾ ഈ കസ്റ്റമറുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ കേക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കേക്കിന് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കേക്ക്. ഞാനൊരു 2-3 റെഫറൻസ് പിക്ക് സജഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ അവർ ചൂസ് ചെയ്ത ഡിസൈനാണിത്. അപ്പോൾ ഞാൻ പിങ്ക് ഷെയ്ഡായിരുന്നു കേട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബർത്ത്ഡേ ഗേളിന് ബ്ലൂ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ബ്ലൂ ഷെയ്ഡിൽ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവർ നല്ലൊരു ഫീഡ്ബാക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.